We are church from India. See, our church was founded in 52 AD by the preaching of Saint Thomas the Apostle of Jesus. We are the descendants of Saint Thomas in faith. We are a minority there. Here, everybody is Christian. And we have our liturgy, as I told you, from the Antiochian tradition. That's a Syriac tradition. Syriac is the language, you know Hebrew, the language of Jesus Christ. And this is the language used by Jesus, Saint Mary, and the apostles. We are fathers. I am Father Cherian from Tiruvalla in India. Now I am working in Dublin. The one who is in the left is Father Abraham. He is also from Kerala, India, and is working in Norway. On the right, Father Varghese is working in Cork. Okay? And these people are from different parts of representatives of different cities in Ireland, all belonging to the Shiro Malankara Catholic Church. We are celebrating the Holy Mass here at the very spot where Our Lady appeared here. This is the very spot where this chapel is made here, on the site where Mary appeared. You can see the statues and pictures there. So we are very happy to celebrate Holy Mass here, and we are blessed. So during this Holy Mass, I request everyone to pray for the whole church, Pope Francis, all the bishops, all the missionaries who are toiling very hard to spread the Holy Gospel all over the world, suffering too much persecution. And also for our own church, the Roman Catholic Church, which is, you know, our history. So pray for all the faithful. And we are celebrating the Holy Mass for you, for your intentions. Whatever be your intentions, when we place the bread and wine, we offer the bread and wine, you also place all your intentions together with that. We also will be praying for you. The Holy Mass is celebrated for you, your intentions. So, whatever be your intentions, place it together with the wine and host. Thank you very much. We shall start. Amen.
യുഹാനോനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കും, ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിയമാധിഷ്ഠിതമായ നീതി പ്രവർത്തിക്കുന്നവർക്ക് അതുമൂലം ജീവൻ ലഭിക്കുമെന്ന് മോശെ എഴുതുന്നു. വിശ്വാധിഷ്ഠിതമായ നീതിയാകട്ടെ ഇങ്ങനെ പറയുന്നു: ക്രിസ്തുവിനെ താഴേക്ക് കൊണ്ടുവരുവാൻ സ്രോതത്തിലേക്ക് ആരും എന്ന് നീ ഹൃദയത്തിൽ പറയരുത്. അഥവാ ക്രിസ്തുവിനെ മരിച്ചവരിൽ ഉയർത്തുവാൻ പാതാളത്തിലേക്ക് ഇറങ്ങും എന്നും പറയരുത്. എന്നാൽ പിന്നെ എന്താണ് പറയുന്നത്? വചനം നിനക്ക് സമീപസ്ഥമാണ്, നിന്റെ അധരത്തിലും നിന്റെ ഹൃദയത്തിലും അതുണ്ട്. ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസത്തിന്റെ വചനം തന്നെയാകയാൽ യേശുക്രിസ്തുവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവനെ മരിച്ചവരെ ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും.
എന്തുകൊണ്ടെന്നാൽ മനുഷ്യന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അവൻ അധരം കൊണ്ട് ഏറ്റുപറയുകയും തന്മൂലം രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നു. അവനിൽ വിശ്വസിക്കുന്നവർ മുന്നിൽ രക്ഷിക്കേണ്ടി വരികയെന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. യഹൂദനും ഗ്രീക്കുകാരും തമ്മിൽ വ്യത്യാസമില്ല, ഒരുവൻ തന്നെയാണല്ലോ എല്ലാവരുടെയും കർത്താവ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് സമ്പത്ത് വർഷിക്കുന്നു. ആകയാൽ കർത്താവിന്റെ നാം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കുന്നു. ലോകത്തിന് ജീവനും രക്ഷയും ലഭിച്ച വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ നിന്ന് ശരീരമെടുത്തവനും ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ ദൈവവും രക്ഷകനുമായ യേശുവിന്റെ പരിശുദ്ധനാളുകളിൽ പ്രകാരം അരുളി ചെയ്തു. ഞാൻ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റെതല്ല. അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ. അവിടുത്തെ വചനമാണ് സത്യം. അങ്ങനെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. അവർക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി പിതാവേ, അങ്ങയിലും ഞാൻ അങ്ങിലുമായിരിക്കുന്നത് പോലെ അവരും തമ്മിലായിരിക്കുന്നതിനും അങ്ങനെ അവിടുന്ന് തന്നെ അയച്ചു വന്ന് ലോകമറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങ് എനിക്ക് തന്ന മഹത്വം ഞാൻ അവർക്ക് നൽകിയിരിക്കുന്നു. അവർ പൂർണ്ണമായി ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും അവിടുന്ന് എന്നിലുമായിരിക്കുന്നു. അങ്ങനെ അങ്ങനെ അയച്ചു വന്ന് അങ്ങനെ സ്നേഹിച്ചതുപോലെ തന്നെ അവരെ സ്നേഹിക്കുമെന്നും ലോകം അറിയട്ടെ. ഭാഗ്യമോ നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധി ഭവിക്കട്ടെ. വെടിപ്പുള്ള താല്പര്യപൂർവ്വം പ്രതീക്ഷിക്കുകയും പരസ്യമായ ഗോകുലത്തെ ആഘോഷിക്കുകയും നിർമ്മലമായ ആചാര്യത്വം പരികർമ്മം ചെയ്യുകയും വിശ്വസ്ത സഭ സ്വീകരിക്കുകയും
സ്വജാതികൾക്കും വിജാതികൾക്കും ശുദ്ധീകരണം നൽകുകയും ചെയ്ത പരിശുദ്ധനും വിശുദ്ധ നിറഞ്ഞവനുമായ കർത്താവിന്റെ സ്തുതി. തന്റെ ഇടവക മുഴുവനും വേണ്ടി ഒരു ശരീരവും രക്തവും സഭയിൽ വിഭജിക്കപ്പെടുകയും സ്വജാതികൾക്കും പ്രജാതികൾക്കുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. ജീവനുള്ളവരെ മരിച്ചവരെ കൃപയാൽ സന്തുഷ്ടരാക്കുവാൻ അവൻ മതിയായവനാകുന്നു. ദൈവികമായ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ഭാഗ്യമോർ കാരണവാനായ കർത്താവിന്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന് മുമ്പാകെയും ദിവ്യവും സ്വർഗീയമായ വിശ്രേസയുടെ മുമ്പാകെയും നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. പാപപരിഹാരം ചെയ്ത് വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകൾ ക്ഷമിക്കുന്നവനും വിസ്മരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹാർദ്ദതയാൽ പാപങ്ങളും നിന്നിൽ വിശ്വസിക്കുന്ന ജനം മുഴുവന്റെയും പാപങ്ങളും മായിച്ച് ഉത്തമനേ ദയതോ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, സ്നേഹപൂർവ്വം ഞങ്ങളെ നീ ഓർമ്മിച്ചു കൊള്ളണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധിയും മഹത്വമുള്ള സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല പരേതന്റെയും ആത്മാക്കളെ നിന്റെ കാരുണ്യത്താൽ ഓർമ്മിക്കണമേ. അവരുടെ ആത്മാക്കളെയും ദേഹികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കാരുണ്യത്തിന്റെയും മാർഗത്തിന്റെയും പരിമഞ്ഞ ഞങ്ങളുടെ മരിച്ചുപോയവരുടെ അസ്ഥികളെ തടുക്കേണമേ. കർത്താവ് മഹത്വത്തിന്റെ നാഥനുമായ സിഹാരാജാവേ, ഞങ്ങൾക്ക് അവർക്ക് നീ പാപപരിഹാരകനുമാകണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ ഉത്തരമരളി ഞങ്ങളുടെ സഹായത്തിന് വേണമേ. ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാ സകല കഠിന ശിക്ഷകളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപത്തിന്റെ ദണ്ഡനങ്ങൾ ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. നിന്റെ ദൈവത്തിന്റെ യോഗ്യവും നിനക്ക് പ്രീതികരവുമായ ക്രൈസ്തവ പരിപൂർണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. സമാധാന പ്രിയർക്കുള്ള നല്ല മരണത്തിന് ഞങ്ങളെ എല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതം വിശുദ്ധന്മാവ് ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഗുണഹൃദയത്തോടെ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നവരിൽ നിന്ന് സ്തോത്രബലി കൈക്കൊള്ളുന്ന സർവശക്തനായ കർത്താവേ, പാപികളായ നിന്റെ ദാസരിൽ നിന്ന് ഈ കുർബാന കൈക്കൊണ്ട് നിന്റെ വിശുദ്ധ ബലിപീഠത്തോട് ഞങ്ങളെ അടുപ്പിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾക്കും നിന്റെ ജനത്തിന്റെ അപരാധങ്ങൾക്കും വേണ്ടി അന്യയാഗങ്ങളും കാഴ്ചകളും നിനക്കർപ്പിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ഞങ്ങൾ തന്നെ നിനക്ക് സ്വീകാര്യതയായി തീരുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഉത്തമനായ നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളിലും സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ കാഴ്ചകളിലും വിശ്വാസികളായ നിന്റെ ജനത്തിന്റെ മേലും ഞങ്ങളുടെ കർത്താവേ ആശിക്കണമേ. അവനോടുകൂടെ നിനക്കും നിന്റെ പരിശുദ്ധാത്മാവിനും എപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും ബഹുമാനവും ആധിപത്യവും യോഗ്യമാണ്. ഭാവിയുമായി നാം സംഖ്യയോടെ ഏറ്റുപറയുന്നു.
പരിശുദ്ധൻ. അവൻ നമ്മുടെയും നമ്മുടെ പിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധ സഭയുടെ മക്കളും വിശ്വാസികളുമായ സകലവരേവരുടെയും ആത്മാക്കളിൽ രണ്ട് ലോകങ്ങളിലും എന്നേക്കും മനസ്സിൽ ഒന്ന് കരുണ ചെയ്തുകൊണ്ട് ഭാവിയായ ദാസരുടെ പ്രാർത്ഥനകളെ ശുദ്ധീകരിച്ച് അംഗീകരിക്കുന്നവരാകുന്നു. മറിക്കുമോ ദിവ്യജ്ഞാനം ഘോഷിക്കപ്പെടുന്നു. നാം എല്ലാവരും ഭക്തിയായി നിന്ന് ഏറ്റുചൊല്ലണം. സർവശക്തനായ പിതാവും പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം.
ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. ഇതിനാൽ നമ്മുടെ ആത്മാക്കളെ പ്രശോഭിപ്പിക്കുകയും ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. വർക്കുമോ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭയഭക്തിയോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടെ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദിവ്യവും പരിശുദ്ധമായ കുർബാനയിൽ ശ്രദ്ധിക്കണം. എന്തെന്നാ നമുക്കെല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിന്റെ ഉടയവനായ പിതാവായ ദൈവത്തിന് രമ്യതയിലും സമാധാനത്തിലും അർപ്പിക്കപ്പെടുന്നു. ദൈവത്തിന്റെ വലതുഭാഗത്ത് വിശിഹാതമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന മഹോന്നതങ്ങളിൽ ആയിരിക്കണം. നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രധാനമാലാഖമാരുടെ സംഘങ്ങളോടും ചേർന്ന് ഉച്ചത്തിൽ സ്തുതികീർത്തനങ്ങൾ ആരംഭിച്ചുകൊണ്ട് ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. പാപമില്ലാത്തവരായതാൻ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി തിരുവിഷ്ടപ്രകാരം മരണം കൈവരിക്കുവാൻ ഒരുങ്ങിയപ്പോൾ ലോകത്തിന്റെ ജീവനും രക്ഷയ്ക്കും വേണ്ടി അവൻ ഒറ്റിക്കൊടുക്കപ്പെട്ട ആ രാത്രിയിൽ നിഷ്കളങ്കവും നിർമ്മലവുമായ തൃക്കൈകളിൽ അപ്പമെടുത്ത് പിതാവായ ദൈവമേ നിന്നെ കാണിച്ച് സ്തോത്രം ചെയ്തു. ശുദ്ധീകരിച്ച് മുറിച്ച് തന്റെ ശിഷ്യരായ വിശുദ്ധ ശ്രീഹന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് എൻ്റെ ശരീരം ആകുന്നു. നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി ഇത് മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. പ്രകാരമതാഴത്തിനു ശേഷം വീഞ്ഞും വെള്ളവും കലർത്തിയ കാസായം എടുത്ത് സ്തോത്രം ചെയ്തു. ശുദ്ധീകരിച്ച് ശിഷ്യരായ എന്റെ വിശുദ്ധ ശ്രീഹന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, നിങ്ങളെല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ, ഇത് പുതിയ നിയമത്തിലെ എൻ്റെ രക്തമാകുന്നു. ഇത് നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടിയും ചിന്തപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു.
അനുസ്മരിക്കുകയും ചെയ്യുവാൻ നമ്മുടെ കർത്താവ് കൽപ്പിച്ച് അരുളി ചെയ്തു. ഓരോരുവനും അവരുടെ പ്രവർത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുന്ന രണ്ടാമത്തെ വരവിനെ മനസ്സിലാക്കിയിരുന്നു. ഇത് നമ്മുടെ സഭയിടവകയും നിന്നോടും നീ മുഖാന്തരത്തോടും കൂടെ നിന്റെ പിതാവിനോട് അനുതാപപൂർവ്വം അപേക്ഷിക്കുന്നു. സകലത്തെ കുറിച്ചും സകലത്തിനു വേണ്ടിയും കാരുണ്യവാനായ നിന്നെ സ്തോത്രം ചെയ്യുന്നു. വാത്സല്യമുള്ളവരെ, ജീവനുള്ള മനുഷ്യരോട് സമർപ്പിതമായിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ ആവസിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ സമയം എത്ര ദിവ്യവും ഭക്തിജനകവും ആകുന്നു. നിങ്ങൾ ഭക്തിയോടുകൂടെ പ്രാർത്ഥിക്കേ. ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ ശരീരമാക്കി പൂർത്തിയാകട്ടെ. ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ രക്തമാക്കി പൂർത്തിയാകട്ടെ. നമ്മുടെ സഭയുടെ ആളുകളും പിതാവുമായ നമ്മുടെ മേൽപ്പെട്ടക്കാരായ ആബോമോർ ഫ്രാൻസിസ് മെത്രാപ്പോലീത്തായ്ക്ക് വേണ്ടിയും ആബോമോർ തിയോഡോസിസ് മെത്രാപ്പോലീത്തായ്ക്ക് വേണ്ടിയും സത്യവിശ്വാസികളായ ശോഭാകാർക്ക് വേണ്ടിയും കശീഷന്മാർ മുതലായവർക്ക് വേണ്ടിയും ക്രിസ്തീയ സഭ മുഴുവന് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ആശ്വാസപൂർണമായ ദീർഘായുസ്സും നൽകണമേ. സത്യോപദേശം ശരിയായി പഠിപ്പിക്കുന്ന മേലധ്യക്ഷന്മാർ സഭയിലുണ്ടാകുവാൻ സഹായിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. വർക്കുമോ വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ നമ്മുടെ സഹോദരന്മാരെല്ലാവർക്കും വേണ്ടിയും പ്രത്യേകിച്ച് ഇപ്പോൾ പരീക്ഷയിലും ഞെരുക്കത്തിലും ഇരിക്കുന്നവർക്ക് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ആരാധകരുടെ അപേക്ഷ താല്പര്യപൂർവ്വം കേട്ടതിന്റെ സഭ നിനക്കർപ്പിക്കുന്ന ബലികളും ആദിഫലങ്ങളും സ്വീകരിക്കണമേ. എന്തുകൊണ്ട് ബലികൾ സ്വീകരിക്കുന്നവൻ
നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ബാധിക്കുമോ നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടിയും അവർ നമ്മെ ശരിയായ മാർഗത്തിൽ നയിക്കുന്നതിന് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. സമാധാനചിത്തരാക്കി തീർക്കണമേ. അസൂയാലുക്കളുടെയും ശത്രുക്കളുടെയും ആധിപത്യത്തിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാരക്കുമോ ശുദ്ധമതിയും ഭാഗ്യവതിയും അനുഗ്രഹീതയും നിത്യകന്യകയും ദൈവമാതാവുമായ മറിയാമിനെയും നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായും നിബിയന്മാർ ശ്ലീഹന്മാർ പ്രസ്തുതർ ഏവഗേലിയസ്ഥന്മാർ സഹദേന്മാർ മൗദ്യന്മാർ എന്നിവരെ നാം ഓർമ്മിക്കണം. അവരുടെ ദേശം കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. എല്ലാത്തിലും സ്ലൈംഗികവും ഏകവുമായ സത്യവിശ്വാസത്തെ പാലിച്ച് നമുക്ക് ഏൽപ്പിച്ചിട്ടുള്ള സകല വിശുദ്ധ പിതാക്കന്മാരെയും അംഗീകരിക്കപ്പെട്ട മൽപ്പാന്മാരെയും നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. നമ്മയും അവരെയും സുഖത്തിൽ തീർത്തുകൊള്ളുവാനുമായി കർത്താവിനോട് നാം പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം ഗുരുവായൂർ എന്ന് ചൊല്ലണം. ശരീരങ്ങളായവരും നിന്റെ ഏകപുത്രനല്ലാതെ പാവനീയനായി മറ്റാരുമില്ല. അവൻ മുഖാന്തരം ഞങ്ങൾക്കും അവർക്കും കരുണയും പാപമോചനവും ലഭിക്കുവാനായി അവനിൽ തന്നെ ഞങ്ങൾ ശരണപ്പെടുന്നു. Yeah.
ബുദ്ധിയും മനസ്സിനെയും നിർമ്മലമാക്കുകയും ചെയ്യണം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കണമേ. രക്ഷയുള്ളണമേ എന്നുള്ള ശക്തിയും മഹത്വവും പരീക്ഷകളെ സംരക്ഷകനും ഉദ്ധാരകനുമായിരിക്കണമേ. രാജ്യശക്തിയും മഹത്വമുണ്ടാകുന്നു. ഞങ്ങൾ നിനക്ക് പ്രത്യേകജാതി വിശുദ്ധമാകും. ഇപ്പോഴും എല്ലാ സമയത്തും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. രഹസ്യങ്ങളെ കൈക്കൊള്ളുന്നതിന് മുമ്പ് കരുണയുള്ളവർ താഴ്ന്ന തലവലിക്കണം. ശരീരത്തിലും രക്തത്തിലും ശുദ്ധിയോടുകൂടെ പങ്കെടുക്കുവാൻ തക്കവണ്ണം പാപത്തിന്റെ എല്ലാ പൈശാചിക ഫലങ്ങളിൽ നിന്നും ഞങ്ങളെ വിമുക്തരാക്കണമേ. അവൻ മുഖാന്തരം അവനോടുകൂടെ നിനക്കും നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും സ്തുതിയും ബഹുമാനവും യോഗ്യമാകുന്നു. വ്യക്തിയോട് നാം സൂക്ഷിക്കണം. വിശുദ്ധിയും വെളിവുള്ളവർക്ക് നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടാകുവാനിരിക്കുന്നതുമായ സകലവും പൂർത്തിയാക്കി തികയ്ക്കുന്ന ജീവനുള്ള ഏകപരിശുദ്ധ റൂഹായും നമ്മോടുകൂടെ. Yeah.
ലോയ നിൻവലഭാഗെ രാജഭാമിനിയും ഞങ്ങളുടെ പുനരുദ്ധാനത്തിന് ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യനവീകരണത്തിന് വേണ്ടി വരുമാനിരിക്കുന്നവനുമായ ദൈവപുത്ര, പാപപരിഹാരപ്രദമായ നിന്റെ ദൈവീഠത്തിൽ നിന്ന് നിന്റെ ദാസരിലേക്ക് പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. ദൈവമേ, അദൃശ്യമായ വലതുകരം നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുവൻപായുള്ള മോഹപ്രസന്നതയ്ക്കുമായി നിന്റെ ശരീരരത്നങ്ങൾ സ്വീകരിക്കുന്ന നിന്റെ ആരാധകരുടെ ഈ സംഘത്തെ ആശീർവദിക്കണമേ. ദൈവവും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായുടെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധ വസ്തുക്കൾ വഹിച്ചിരിക്കുന്നവരിലും നൽകുന്നവരിലും സ്വീകരിക്കുന്നവരിലും ഇവയ്ക്കായി പരിശ്രമിച്ച് സംബന്ധിക്കുന്നവരിലും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ തൃത്വത്തിന്റെ കൃപ നാം എല്ലാവരിലും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ും
ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ, ഞങ്ങൾ ഭക്ഷിച്ചിരിക്കുന്ന അങ്ങേ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്തിരിക്കുന്ന പുണ്യപ്പെടുത്തുന്ന അങ്ങേ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്കോ പ്രതികാരത്തിനോ ആയിത്തീരരുത്. പിന്നെയോ ഞങ്ങളെല്ലാവരുടെയും നിത്യജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ദൈവം തമ്പുരാനും ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സമാധാനം
ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ജനകനായ പിതാവായ ദൈവത്തിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കർത്താവിൻ്റെ പാപപരിഹാരപ്രദമായ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ച അനുഗ്രഹത്തോടും യാത്രാഭക്ഷണത്തോടും കൂടെ പരിശുദ്ധാത്മത്വത്തിൻ്റെ കൃപയ്ക്കും കരുണയ്ക്കും നിങ്ങളെ ഞങ്ങൾ പ്രകടിപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്താലേ പോകുകയും ദൂരസ്ഥരും സമീപസ്ഥരും മരിച്ചവരും ജീവനുള്ളവരും കർത്താവിൻ്റെ നിയമമുള്ള സ്ത്രീവായ ദീക്ഷിതരും വിശുദ്ധമാവോദേശിയുടെ റോഷനായ മുദ്രിതരമേ പരിശുദ്ധാത്മത്വം നിന്ന് കടങ്ങൾ പരിഹരിക്കുകയും കുറ്റങ്ങൾ ക്ഷമിക്കുകയും നിങ്ങളുടെ മരിച്ചവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഈ ദാസനുള്ള പ്രാർത്ഥനകളായ സഹായവും പ്രാപിക്കട്ടെ. നിങ്ങൾ സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ പോവുകയും എന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക.
വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നതിനുള്ള പ്രാർത്ഥന. പിതാവായ ദൈവമേ, അവിടുത്തെ അനന്തകരുണയാൽ കാലത്തിന്റെ തികവിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് അംഗീകാരവും നൽകി അതിനെ വളർത്തി നയിക്കുന്നതിനായി തന്നെ മാലിയോനേസ് പിതാവിനെ അവിടുന്ന് നിയോഗിച്ചു. ആ പുണ്യതാവിന്റെ വിശുദ്ധിയുടെ പരിമളവും സ്നേഹത്തിന്റെ ഊഷ്മളതയെ എല്ലാ ജനപദങ്ങൾക്കും മാതൃകയാകുന്നതിനും ആഗോള സഭയ്ക്ക് പൊതുവായും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് പ്രത്യേകമായും ഒരു വിശുദ്ധന്റെ മാധ്യസ്ഥം കൂടി ലഭിക്കുന്നതിനുമായി ധന്യൻ മാറിവാനിയോസ് പിതാവിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. ഈ സ്ഥാപനങ്ങളുടെ റെക്ടറായിരിക്കുന്ന പ്രിയപ്പെട്ട റിച്ചാർഡ് അച്ഛൻ, അതുപോലെ തന്നെ അസോസിയേറ്റ് വികാരായി സഹവികാരിമാരായിരിക്കുന്ന പ്രിയപ്പെട്ട അച്ഛന്മാർ, അവരെല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. നമുക്ക് വേണ്ട ക്രമീകരണങ്ങൾ ഇതേ ദിവസം ചെയ്തു തന്ന സാക്രിസ്റ്റ്യൻ പ്രിയപ്പെട്ട കെവിനെയും എസ്പെഷ്യലി റിമെമ്പർ the wholehearted support of the community here, the church, the parish and all the facilities they provided with wholehearted support to the Malankara community. So in the name of the Malankara community, we wholeheartedly remember them with a wholehearted thanks and prayers. അതുപോലെ തന്നെ ഈ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പിനെയും പ്രത്യേകം നന്ദിയോടെ നമ്മൾ ഓർക്കുകയാണ്. ഇന്ന് വിശുദ്ധ കുർബാനയ്ക്ക് സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും നന്ദിയോടെ ഓർക്കും. Especially remember all those who are gathered here from other communities and other countries and also the place itself. So we are extremely glad your presence and we especially remember and pray for all your needs and all your families. Thank you very much. God bless you. Oh,
നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായി നമ്മുടെ കർത്താവ് ഈശോമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായി നമ്മുടെ കർത്താവ് ഈശോമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായി നമ്മുടെ കർത്താവ് ഈശോമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായി നമ്മുടെ കർത്താവ് ഈശോമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ.
വരപ്രസാദത്തിന്റെ മാതാവേ, എത്രയും പരിശുദ്ധിയായ മാതാവേ, അത്യന്ത വിരക്തിയായ മാതാവേ, കന്യാത്വത്തിന് ഭംഗം മാതാവേ, സ്നേഹഭാചനമായ മാതാവേ, അത്ഭുതത്തിന് വിഷയമായ മാതാവേ, സതുപദേശത്തിന്റെ മാതാവേ, സൃഷ്ടിതാവിന്റെ മാതാവേ, രക്ഷിതാവിന്റെ മാതാവേ, തിരുസഭയുടെ മാതാവേ, കന്യകേ, കരുണയുള്ള കന്യകേ, വിശ്വസ്തിയായ കന്യകേ, നീതിയുടെ ദർപ്പണമേ, ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേ, ഞങ്ങളുടെ ആനന്ദത്തിന്റെ കാരണമേ, ആധ്യാത്മിക പാത്രമേ, ബഹുമാനത്തിന്റെ പാത്രമേ, അസാമാന്യ ഭക്തിയുടെ പാത്രമേ, ദിവ്യരഹസ്യം നിറഞ്ഞിരുന്ന പന്നീർ പുഷ്പമേ, ദാവീദിന്റെ കോട്ടയെ, നിർമ്മല ദന്തം കൊണ്ടുള്ള കോട്ടയെ, സ്വർണ്ണാലയമേ, വാഗ്ദാനത്തിന്റെ പെട്ടകമേ, സ്വർഗരാജ്യത്തിന്റെ വാതിലേ, ഉദയകാലത്തിലെ നക്ഷത്രമേ, രോഗികളുടെ സ്വസ്ഥതയെ,